പൃഥ്വിരാജിന്റെ കടുവയും ടൊവിനോയുടെ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന ചിത്രത്തിന് ശേഷം ജിനോവി എബ്രഹാമിന്റെ തിരക്കഥയിൽ ടെർബോ എന്ന മമ്മൂട്ടി ചിത്രത്തിന് ശേഷം ശ്രീ വൈശാഖ് സംവിധാനം ചെയ്യുന്ന പൃഥ്വിരാജ് സുകുമാരൻ ചിത്രമാണ് ഖലീഫ. ഈ സ്വർണ്ണക്കടത്തും പൃഥ്വിരാജിന്റെ ഖലീഫ എന്ന ചിത്രവുമായി എന്താണ് ബന്ധം? സ്വർണ്ണക്കടത്ത് കേസിലെ സ്വർണം എന്നത് എന്താണ്? അത് സ്വർണമല്ല, തനി തങ്കമാണ്. 24 ക്യാരറ്റിലെ തനി തങ്കം. പിന്നെ എന്താണ് തങ്കക്കടത്ത് എന്ന് പറയാതെ സ്വർണ്ണക്കടത്ത് എന്ന് പറയുന്നത്? കേരളവും അറബ് എംപയറുമായി നല്ല ബന്ധമാണുള്ളത്. ആ ബന്ധം സ്വർണ്ണക്കടത്തിന്റെ പേരിലാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കൂടുതൽ വിശദാംശങ്ങൾക്കായി വരൂ. ഖലീഫ എന്ന ചിത്രത്തിലെ ഈ ഒരു രംഗത്ത് ഇന്ദ്രൻസിന്റെ കഥാപാത്രം കസ്റ്റംസ് ഉദ്യോഗസ്ഥനോട് പറയുന്നുണ്ട്, മമ്പർക്കൽ അഹമ്മദ് അലിയെ അറിയാമോ? ഈ ഒരു അഹമ്മദ് അലിയുടെ കഥാപാത്രം ഈ ഇന്ത്യയിലെ സ്വർണ്ണക്കടത്തിന്റെ കിങ് പിൻ എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ആജി മസ്താനെയും വരദരാജ മുതലിയാരെയും റിയൽ ലൈഫിൽ ജീവിച്ചിരുന്ന ഈ രണ്ട് കഥാപാത്രത്തെ ഈ ചിത്രത്തിൽ പറയുന്നുണ്ട്. പക്ഷെ കരീംലാലയെ കുറിച്ച് പറയുന്നില്ല. പകരമായിരിക്കാം മമ്പറക്കൽ അഹമ്മദ് അലിയെ കുറിച്ച് പറയുന്നത്. കാരണം അദ്ദേഹം നിസ്സാരക്കാരനല്ല, ഒരു അധോലോക നായകൻ തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ കൊച്ചുമകനാണ് അമീർ അലി. അപ്പോൾ അമീർ അലിയും നിസ്സാരക്കാരനല്ല. ഈ നിസ്സാര കേസിനൊന്നും അമീർ അലിയെ കൊടുക്കാൻ കഴിയുകയില്ല. ഇന്ദിരാഗാന്ധി വിചാരിച്ചിട്ട് പോലും അഹമ്മദ് അലിയെ, മമ്പറക്കൽ അഹമ്മദ് അജിയെ ഒന്ന് തൊടാൻ പോലും കഴിഞ്ഞിട്ടില്ല. അപ്പോഴാണോ നിങ്ങളെപ്പോലെ സാധാരണ ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ ചെറുമകനെ തൊടാൻ ശ്രമിക്കുന്നത്? നടക്കില്ല എന്നൊക്കെയാണ് ഇന്ദ്രൻസിന്റെ കഥാപാത്രം പറയുന്നത്. ഈ ചിത്രം തുടങ്ങിയപ്പോൾ 500 ഗ്രാമിന്റെ ധാരാളം ഗോൾഡ് ബിസ്ക്കറ്റുകൾ കാണുകയുണ്ടായി. സ്വർണ്ണക്കടത്ത് തന്നെയാണ് ഈ ചിത്രത്തിന്റെ കഥയെന്നും അത് നമ്മുടെ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടതാണെന്നും ഇതിൽ കൂടുതൽ യാതൊരു തെളിവിന്റെയും ആവശ്യമില്ല. ഈ സ്വർണ്ണക്കടത്ത് കേസ് വന്നതിന് ശേഷം ധാരാളം പേർ പിടിയിലായിട്ടുണ്ട്. ഈ കോഴിക്കോട് കേന്ദ്രീകരിച്ചാണ് സ്വർണ്ണക്കടത്ത് ആദിമകാലം മുതലേ ഉണ്ടായിട്ടുള്ളത്. എം ഡി വാസുദേവൻ നായർ, എൻ വി മുഹമ്മദ് എന്നിവർ ചേർന്ന് രചിച്ച അറബി പൊന്ന് എന്ന കഥയിലും ഇതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. കോഴിക്കോട് മലപ്പുറം ഭാഗം തന്നെയാണ് അതിലെയും കഥാപശ്ചാത്തലം. അപ്പോൾ അതിലെ നായകൻ കോയ എന്നൊരു വ്യക്തിയാണ്. ഈ എം ജി വാസുദേവൻ നായർ പറയുകയുണ്ടായി, സ്വർണ്ണക്കടത്ത് നടത്താൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ തെറ്റിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നത് ശരിയല്ലാത്തത് കൊണ്ട് ഞങ്ങൾ പോയില്ല എന്നൊക്കെ. ഈ NIA എന്നൊരു വാക്ക് കൂടുതൽ ആൾക്കാരും കേട്ടിട്ടുള്ളത് ഈ സ്വർണ്ണക്കടത്ത് എന്ന കേസ് വന്നതിന് ശേഷമാണ്. ഈ സ്വർണ്ണക്കടത്ത് എന്ന ന്യൂസ് ടിവിയിലും പത്രത്തിലും സോഷ്യൽ മീഡിയകളിലും ഒക്കെ വരുന്നു. NIA അന്വേഷണം നടക്കുന്നു, ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെയായി. എന്താണ് NIA? നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്നാണ് NIAയുടെ പൂർണ്ണനാമം. NIA ആയിരുന്നു സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിച്ചത്. NIA പറയുന്ന റിപ്പോർട്ട് പ്രകാരം ഈ കേരളത്തിൽ വരുന്ന ഈ സ്വർണം ഇതുമൂലം കിട്ടുന്ന ലാഭവും പണവും ഇത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് വിനിയോഗിക്കുന്നത് എന്നാണ്. പക്ഷെ കസ്റ്റംസ് പറയുന്നത് എന്താണെന്നാൽ ഈ പണം കേരളത്തിലേക്ക് വരുന്ന ഈ ഒരു സ്വർണവും മറ്റും ജ്വല്ലറികളിലും ഹൈദരാബാദ് മുതലായിട്ടുള്ള പല സ്ഥലങ്ങളിലും ഇന്ത്യയിലെ പല പ്രധാന ദേശങ്ങളിലും സ്ഥലങ്ങളിലും നഗരങ്ങളിലും ഒക്കെ സ്വർണമായി മാറുന്നു, ആഭരണങ്ങളായി മാറുന്നു എന്നൊക്കെയാണ്. ഈ സ്വർണ്ണക്കടത്ത് കേസിലെ സ്വർണം എന്നത് എന്താണ്? അത് സ്വർണമല്ല, തനി തങ്കമാണ്. 24 ക്യാരറ്റിലെ തനി തങ്കം. തങ്കം എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ എന്താണ് തങ്കക്കടത്ത് എന്ന് പറയാതെ സ്വർണ്ണക്കടത്ത് എന്ന് പറയുന്നത്? കാരണം ഈ സ്വർണ്ണ ബിസ്ക്കറ്റ് എന്നുള്ളത് ചെമ്പ് ചേരാത്ത, മറ്റ് ലോകങ്ങൾ ചേരാത്ത തനി തങ്കമാണ്. സാധാരണഗതിയിൽ സ്വർണത്തെക്കാളും ഇപ്പോൾ സ്വർണത്തിന് ഏകദേശം 1 ലക്ഷം അടുപ്പിച്ചായിട്ടുണ്ടാവും. സ്വർണത്തെക്കാളും 10 മടങ്ങാണ് തങ്കത്തിന്റെ വില. അപ്പോൾ ആലോചിച്ച് നോക്കൂ, 100 കിലോ സ്വർണം കടത്തി എന്ന് പറയുമ്പോൾ സ്വർണത്തിന്റെ വിലയല്ല, തങ്കത്തിന്റെ വില കൂട്ടുമ്പോൾ മനസ്സിലാക്കും എത്ര കോടി രൂപയുടെ തട്ടിപ്പാണ് നടത്തിയതെന്ന്. ഞാൻ അറിയാതെ എന്റെ ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ആരെയെങ്കിലും വ്യക്തിഹത്യ ചെയ്യാൻ ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിച്ചിരുന്നില്ല എന്ന് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. ചില യാഥാർത്ഥ്യങ്ങളും ചില സ്ഥലങ്ങളിലെ റിപ്പോർട്ടുകളും ഇതിൽ വരുന്നുണ്ട്. ആർക്കെങ്കിലും എന്നെ കൊണ്ട് എന്തെങ്കിലും ഈ വീഡിയോയിലൂടെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് മാപ്പ് ചോദിക്കും. അങ്ങനെ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് ഒന്നിച്ച് സന്ധിക്കാമെന്ന പ്രത്യാശയിൽ മഹാവിഷ്ണു.